ഇന്ന് നോക്കാൻ പോകുന്നത് 161/2023 ഫീൽഡ് ഓഫീസർ എന്ന മെയിൻ എക്സാമിൻ്റെ മലയാളം പോർഷൻസ് ആണ്. മലയാളം 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മലയാളം 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുയിൽ എന്ന് അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുയിലിൻ്റെ പര്യായങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ 4 ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണ് നിങ്ങളൊന്ന് മനസ്സിൽ കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. OMR ഷീറ്റ് ഉണ്ടെങ്കിൽ OMR ഷീറ്റിൽ തന്നെ ബബിൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എവിടെ ആൻസേഴ്സ് ഒന്ന് എഴുതുക. മലയാളം എല്ലാവർക്കും ഈസി ആണല്ലോ അല്ലേ. അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരിക്കും. പികം, B കോകിലം, C പരഭൃതം, D കബോധം. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ D കബോധമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇതാണ് ഇവിടുത്തെ ആൻസർ. അർത്ഥം വരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം. ഇപ്പോൾ കുയിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അർത്ഥം എന്നും കൂടെ, കുയിൽ എന്ന അർത്ഥം എന്ന് മാത്രം നോക്കിയിട്ട് പെട്ടെന്ന് പികം നമ്മൾ ക്ലിക്ക് ചെയ്യും. തന്നെ ബബിൾ ചെയ്യാനും ഓപ്ഷൻ തെറ്റാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അർത്ഥം വരാത്ത പദം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കബോധം എന്നൊക്കെ പറഞ്ഞാൽ പാറ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പം കുയിൽ എന്ന അർത്ഥം വരാത്തത് കബോധം. അപ്പോൾ കുയിൽ എന്ന അർത്ഥം വരുന്ന 3 വേർഡ്സും കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, പര്യായം പഠിച്ചു വയ്ക്കുക. പികം, കോകിലം, പരഭൃതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക. ഇതെന്താണ്? ആ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്, എപ്പോഴും കണ്ടിട്ടുള്ളതാണ് അല്ലേ. ജീവശവം, ചെലവ്, ത്രികോണം, ദ്വിത്വം എന്നാണ് കിടക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് തെറ്റില്ലാത്തത് ഏതാണ്? ചെലവാണ് കറക്റ്റ്. നമ്മൾ ചിലവർ പറയുന്ന ചിലവ് എന്ന് നമ്മൾ പറയുമ്പോഴും അങ്ങനെയാണ്, ചിലവ് എന്നാണ് പറയുക. ചായും ഈ വള്ളിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക, പക്ഷേ ഇത് തെറ്റാണ്. ചെലവ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പം ഇതിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ചെലവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. വാക്ക് കൊണ്ട് കൊള്ളിക്കുക, ശക്തിയുള്ള വാക്ക്, വ്യക്തതയുള്ള വാക്ക്, വേദനിപ്പിക്കുന്ന വാക്ക്. അപ്പം 4 ഓപ്ഷൻസാണ് ഉള്ളത്. ഇതിൽ കൊള്ളിവാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? വേദനിപ്പിക്കുന്ന വാക്കെന്നാണ് മീനിങ്. ഓക്കെ, അടുത്ത 4th ക്വസ്റ്റ്യൻ, ധാർത്തരാഷ്ട്രർ ആരാണ്? അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? ധൂർത്തരായ പുത്രന്മാർ, ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ, ധർമ്മപുത്രരുടെ പുത്രന്മാർ, ധർമ്മിഷ്ഠരായ പുത്രന്മാർ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെയാണ് ധാർത്തരാഷ്ട്രർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ B ആണ് ശരിയായ ഉത്തരം. ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്നത്. ഒറ്റപ്പദം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാവുകനെ സംബന്ധിച്ചത് ഭാവുകത്വം ആണ് ശരിയായ ആൻസർ. താഴെ പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത് ഏതെന്നാണ്. അപ്പോൾ ഇതിൽ അൻ, അൾ, തു, ആൻ എന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ C തു ആണ് ശരിയായ ഉത്തരം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതുക. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് ആൻസറിലേക്ക് എത്തുക. ഓപ്ഷൻ A തന്നെയാണ് ശരിയായ ഉത്തരം. വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി. വെണ്ണ കട്ട ഉണ്ണി, വെണ്ണ കട്ടുണ്ണി. ഓക്കെ, അപ്പം ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരം. 98th ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഒന്ന് നോക്കിയിട്ട് പറയാം. കൂട്ടത്തിൽ ചേരാത്തത് മധുരമൊഴി, മുക്കണ്ണൻ, നാൻമുഖൻ, കുന്നിൻ മകൾ. ഓക്കെ, അപ്പോൾ കുന്നിൻ മകളാണ് ഇവിടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ D കുന്നിൻ മകളാണ് കൂട്ടത്തിൽ ചേരാത്തത്. അടുത്തത്, ആഴക്കടലിൽ ഓളമില്ല. ഇതേ അർത്ഥം വരുന്ന ചൊല്ലേത്? ആഴക്കടലിൽ ഓളമില്ല എന്ന അർത്ഥം വരുന്ന ചൊല്ല്. മിന്നുന്നതെല്ലാം പൊന്നല്ല, പുത്തനച്ചി പുരപ്പുറം തൂക്കും, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, നിറകുടം തുളുമ്പില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? നിറകുടം തുളുമ്പില്ലയാണ് ആഴക്കടലിൽ ഓളമില്ല എന്നതായിട്ട് മീനിങ് വരുന്നത്. ഇത് വാക്യശുദ്ധിയാണ്. അടുത്ത 10th ക്വസ്റ്റ്യൻ, 100th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാക്യശുദ്ധിയാണ്. ശരിയായ വാക്യം ഏത്? ഇപ്പം 4 എണ്ണം വായിച്ചിട്ട് ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. അവൾ വളരെ മനോഹരിയായിരുന്നു, എന്നാൽ മനസ്സ് പരിശുദ്ധമായിരുന്നു. നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും എന്നാൽ പരിശുദ്ധിയോടെയും വിവരിച്ചിട്ടുണ്ട്. ദൂരം വളരെ കൂടുതലായിരുന്നു, എന്നാൽ യാത്ര വേണ്ടത്ര നന്നായിരുന്നു.
അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു, എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായിപ്പോയി. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഓക്കെ, അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു, എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായിപ്പോയി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡിഗ്രി മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ മലയാളമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ കുറച്ച് ടഫായിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി ഈ 10th ലെവലും LGS ലെവലും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണെങ്കിൽ വളരെ സിമ്പിളായിട്ടായിരിക്കും മലയാളം നമുക്ക് വരിക. പക്ഷേ ഇതിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഈ ശരിയായ വാക്യം, അതുപോലെ ഈ പഴഞ്ചൊല്ലിൻ്റെത്, അതുപോലെ കൂട്ടത്തിൽ ചേരാത്തത്, പിരിച്ചെഴുതൽ, എല്ലാം കുറച്ച് സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത്, ഇതൊക്കെ കുറച്ച് നമുക്ക് കേട്ടിട്ടില്ലാത്തതും കുറച്ച് ടഫായിട്ട്, ഈ ഭാവുകനെ സംബന്ധിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോർമലി 10th ലെവൽ മെയിൻസിലൊന്നും കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ധാർത്തരാഷ്ട്രർ, ഇത് നമ്മൾ എപ്പോഴും കേൾക്കാത്ത ഒന്നാണ്. സാധാരണ ഈ 10th മെയിൻസിനൊക്കെ വരുന്നതും 10th ലെവൽ എല്ലാ ക്വസ്റ്റ്യൻസിനും വരുന്നതൊക്കെ വളരെ സിമ്പിളായിരിക്കും. എന്നാൽ ഡിഗ്രി ലെവൽ അറിയാമല്ലോ, കുറച്ച് ടഫായിരിക്കും. അപ്പം മലയാളത്തിൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന 10 മാർക്കാണ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസ്, ബാക്കി 90 ക്വസ്റ്റ്യൻസ് ടഫായിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഈസി ആയിട്ട് വരുന്നത് മലയാളമാണ്. അപ്പോൾ മലയാളം കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായി ഇനിയും വരാം. താങ്ക്